നമ്മുടെ സാധാരണ രീതിയിലുള്ള പടവിനേക്കാൾ കുറച്ചൊരു ക്ഷമയും ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സ്പോസറായിട്ട് ചെയ്യുന്ന വർക്കുകൾ നമുക്ക് മനോഹരമാക്കാൻ കഴിയുള്ളൂ കേട്ടോ. എക്സ്പോസറായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രിക്കിൻ്റെ ഏത് ബ്രിക്കാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബ്രിക്കിൻ്റെ നിലവാരമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിലവാരം എന്ന് ഉദ്ദേശിച്ചത് ഒന്ന് മെയിനായിട്ട് അതിൻ്റെ ക്വാളിറ്റി, പിന്നെ അതുകൂടാതെ ഇതിൻ്റെ യൂണിഫോം സൈസ്, അതായത് ഇതിന് ഒരേ സൈസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ ഇത് ഭംഗിയാക്കാൻ ഒരിക്കലും കഴിയും. നമ്മളിവിടെ മഡ് ബ്രിക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ മഡ് ബ്രിക്കിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണ സമയത്ത് ഇതിൻ്റെ മെഷീനുണ്ടാകുന്ന തേയ്മാനം ഉണ്ടല്ലോ, ഈ തേയ്മാനം ഇവർ യഥാസമയങ്ങളിൽ പരിശോധിക്കാത്തത് മൂലം ഈ കട്ടയുടെ യൂണിഫോം സൈസിൽ മാറ്റം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സൈറ്റുകളിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതായത് ഒരു കട്ടയുടെ നീളത്തിൽ ഒരു സൈഡിൽ 20 സെൻറ്റിമീറ്റർ, ഒരു സൈഡിൽ 19 സെൻറ്റിമീറ്റർ, അങ്ങനത്തെ വ്യത്യാസം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റോ ശൈലിയിൽ പിന്നെ എക്സ്പോസൈഡ് നിർത്തുന്നതിന് പകരം ഇത് പോയിൻ്റൊക്കെ ചെയ്ത് നമുക്ക് ഭംഗിയാക്കി എടുക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ആ റോ ശൈലിയിൽ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്കിത് എക്സ്പോസ് ചെയ്ത് നമുക്ക് നിർത്താൻ കഴിയില്ല, കാരണം ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അത് പോയിൻ്റൊക്കെ ചെയ്ത് നമ്മൾ അത് മറച്ച് നമ്മളിതിനെ ഭംഗിയാക്കലാണ് ചെയ്യൽ. ഇത് നമ്മളൊരു കമ്പനിക്കാരെയോ അല്ലെങ്കിൽ മഡ് ബ്രിക്കിനെ കുറ്റം പറയുന്നല്ല, അത് ഉണ്ടാക്കുന്ന അവിടുത്തെ കമ്പനിയിലെ പിന്നെ പണിക്കാരുടെ ശ്രദ്ധക്കുറവ് മാത്രമാണ്. അവരുടെ ശ്രദ്ധക്കുറവ് മാത്രമാണ് ഇതിന് കാരണം മഡ് ബ്രിക്കിനെ നമ്മൾ താഴ്ത്തിക്കാട്ടുമല്ല, മഡ് ബ്രിക്കിനെ നമ്മൾ കുറ്റം പറയല്ല. നമുക്ക് നമ്മുടെ ഏരിയയിലൊക്കെ, ഞങ്ങൾ മലപ്പുറം ഏരിയയിൽ ഒക്കെ നല്ല സൈസുള്ള ഒരേ യൂണിഫോം സൈസുള്ള കട്ടകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.